ദേ ചെറുക്ക, നീ പതുക്കെ നോക്കി ദഹിപ്പിക്കടാ എൻ്റെ കൊച്ചിനെ. കിച്ചു ദയനീയമായി പറഞ്ഞപ്പോൾ അജയ് പൊട്ടിച്ചിരിച്ചുപോയി. ആ ചിരി കിച്ചുവിലേക്കും പടർന്നു. പെണ്ണവിടെ താളം തുള്ളി നിൽക്കുന്നത് കണ്ടില്ലേ? പോയിക്കോടാ പോ. കിച്ചു നിറഞ്ഞ പുഞ്ചിരിയോടെ അവനെ തള്ളിവിട്ടപ്പോൾ മുണ്ടഴിച്ചിട്ട് ഒരു ചിരിയോടെ അവൻ കാവിലേക്ക് പോയി. അതെ, പോവല്ലേട്ടോ, വന്നിട്ട് നമുക്ക് കുറച്ച് സമയം സംസാരിച്ചിരിക്കാം, അജയ് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്നുണ്ട്. കിച്ചു തലയാട്ടിക്കൊണ്ട് തൂണിൽ ചാരി നിന്നു. വലിയ സംതൃപ്തിയായിരുന്നു അവൻ്റെ മനസ്സിന്. അജയ് കാവിലേക്ക് നടന്നു വരുന്നത് അറിഞ്ഞിട്ടും അറിയാത്ത പ്രാർത്ഥിച്ചു നിൽക്കുകയായിരുന്നു അമ്മു. ഇടയ്ക്കിടയ്ക്ക് ഒറ്റക്കണ്ണ് തുറന്ന് അവൻ വരുന്നുണ്ടോ എന്ന് പാളി നോക്കും. അജയ് അടുത്തെത്തിയപ്പോഴാണ് തൻ്റെ കള്ളനോട്ടം അവൻ കണ്ടുപിടിച്ചതെന്ന് അമ്മു മനസ്സിലാക്കിയത്. അജയ് അവളോട് ചേർന്ന് നിന്ന് കൈകൂപ്പി, എൻ്റെ നാഗദൈവങ്ങളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ ഭക്തയെ എന്നേക്കുമായി എനിക്ക് തന്നേക്കണേ. കുറച്ച് അഹങ്കാരമുണ്ട്, പിന്നെ കുശുമ്പും, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ ആ നാക്ക്, അതിന് വിലങ്ങിടാൻ എൻ്റെ ചുണ്ടുകൾ മതി. അമ്മു അവനെ തുറിച്ചു നോക്കി നിൽക്കുന്നുണ്ട്. അത് കണ്ടിട്ടും കാണാത്തതുപോലെ കണ്ണുകളടച്ചുകൊണ്ട് അജയ് തൻ്റെ പ്രാർത്ഥന തുടർന്നു. നിങ്ങൾക്കറിയോ, ആദ്യം ഈ പെണ്ണ് എന്നെ വീഴ്ത്തിയത് ആ നീണ്ടു വളർന്ന കേശഭാരം കാട്ടിയിട്ടാണ്. പിന്നെ ഒരേട്ടൻ്റെ നെഞ്ചിൽ പതുങ്ങി നിൽക്കുന്ന ഒരു പൂച്ചക്കുട്ടിയെ പോലെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞു പിരികേറ്റിയപ്പോൾ കരഞ്ഞുകൊണ്ടോടിയതും വേറെ ആരോടും അങ്ങനെയില്ല, നിന്നോട് മാത്രമാണ് ഈ കുറുമ്പും നാക്കും എന്ന് അവളുടെ ഏട്ടൻ പറഞ്ഞപ്പോൾ നെഞ്ചിലും മനസ്സിലും വീണരും മഞ്ഞുണ്ടല്ലോ. ഹോ, നെഞ്ചിൽ കൈവച്ചു പറയുന്നവനെ അറിയാതെ നോക്കി നിന്നുപോയി അവൾ. എൻ്റെ കൺമുന്നിൽ നിന്ന് അവളെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ വല്ലാത്ത ശൂന്യതയായിരുന്നു ചുറ്റിലും. എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവിടേക്ക് പോയതെന്ന് എനിക്കറിയില്ല. പക്ഷേ അവളില്ലായ്മയിൽ ഞാൻ അറിഞ്ഞു ആ പെണ്ണിൻ്റെ ഹൃദയത്തിലും മനസ്സിലും അത്രമേൽ പതിഞ്ഞു പോയെന്ന്. ഓടി വന്ന് എൻ്റെ നെഞ്ചിലണഞ്ഞപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു എനിക്ക്. പിന്നീട് ഒരു ഓട്ടമായിരുന്നു അവളെയും അവളുടെ ജീവനും മാനവും സംരക്ഷിക്കാൻ. നിധി കളഞ്ഞു പോയിട്ട് തിരികെ കിട്ടിയ പോലെ ആഹ്ലാദവും ആർത്തിയുമായിരുന്നു എനിക്ക്. അവളെ അവന്മാർ നോക്കുന്ന ഓരോ നോട്ടവും അവന്മാരെ ചുട്ടരിക്കാനുള്ള കലിയുണ്ടായിരുന്നു മനസ്സിന്. ഓടി ഓടി അവിടെ എവിടെ എത്തുമെന്നറിയാത്ത നിമിഷത്തിൽ നിസ്സഹായയായിപ്പോയ പെണ്ണിനെ ഓർത്ത് നെഞ്ചിനേറി. ഹൽദിയുടെ എന്ന് മാറി നിന്നപ്പോഴാണ് എത്രമാത്രം ഞാൻ അവളെ പ്രണയിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞത്. അവൾ എൻ്റെ സ്വന്തമായപ്പോൾ എനിക്കറിയില്ല എൻ്റെ ഫീലിങ്സ് എന്താണെന്ന്. ഒരു പ്രണയം തകർന്ന് മനസ്സ് കല്ലായി നിൽക്കുന്നവളോട് എൻ്റെ പ്രണയം പറയാനോ ബുദ്ധിമുട്ടിക്കാനോ തോന്നിയില്ല. സാഹചര്യം കൊണ്ട് വിവാഹം കഴിക്കേണ്ടി വന്നെങ്കിലും അവൾ എന്നെ വെറുക്കാതിരുന്നതും അകറ്റി നിർത്താതിരുന്നതും മനസ്സിലെ തീയണയ്ക്കാൻ പോകുന്നതായിരുന്നു. അങ്ങനെ ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയപ്പോഴാണ് അടുത്ത കുരിശ്. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ വിവാഹം നടത്തണമെന്നും കയ്യിൽ കെട്ടിയിട്ടും തെറിച്ചുപോയൊരു റബ്ബർ പോലെ തോന്നി എനിക്ക്. എല്ലാവരോടും ദേഷ്യം തോന്നി. പക്ഷെ അവൾ തന്നെ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നുകൂടി താലി കെട്ടി ഒന്നിക്കാൻ ഒരാഗ്രഹം എനിക്കും തോന്നി. ഇവിടെ എത്തുന്നതുവരെ, പെണ്ണിനെ കാണുന്നതുവരെ ഞാൻ അനുഭവിച്ചൊരു സംഘർഷമുണ്ടല്ലോ, അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ അവളുടെ ഏട്ടൻ എന്ന ആ മനുഷ്യൻ, അദ്ദേഹത്തിന് അവളുള്ള സ്നേഹവും കരുതലും കണ്ട് ചെറിയൊരു കുശുമ്പ് കുത്തിപ്പോയി. പക്ഷേ എൻ്റെ മനസ്സും മനസ്സിലാക്കുന്ന ആൾ തന്നെയാണ് ഓരോ നിമിഷവും അവൾക്കൊപ്പം എന്നെ ചേർത്ത് വയ്ക്കാനും വെമ്പൽ കൊള്ളുന്നത്. ഇനിയൊരു ഒരൊറ്റ വാക്ക് മാത്രം കേട്ടാൽ മതി എനിക്ക്. അവൾക്ക് എന്നോടും ഇഷ്ടമുണ്ടെന്ന്. പ്രണയം തോന്നിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എന്നെ ഒന്ന് പരിഗണിച്ചാൽ, സ്നേഹിച്ചാൽ മാത്രം മതി. അവൻ ഇടർച്ചയോടെ പറഞ്ഞു നിർത്തുമ്പോൾ അമ്മു കണ്ണു നിറച്ചോടി വന്നവൻ്റെ നെഞ്ചിൽ വീണു. അജയ്, എന്താ എന്താ ഇതൊക്കെ? കരഞ്ഞുകൊണ്ട് പറയുന്നവളെ കണ്ണു നിറച്ച് അവനും അവളെ ചേർത്ത് പിടിച്ചു. കരയാതെ പെണ്ണെ, നെഞ്ച് നീറുക. അമ്മു മുഖമുയർത്തി അവനെ നോക്കി. അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നെ? ഇഷ്ടത്തിന് അളവുണ്ടോ? തൂക്കമുണ്ടോ പെണ്ണെ? അജയ് അവളുടെ കൈ പിടിച്ച് നാഗത്താന്മാരുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. മരണത്തിനല്ലാതെ നിന്നെ പിരിയാൻ എനിക്കാവില്ല മേഘ. അത്രത്തോളം ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്. എൻ്റെ പ്രാണനേക്കാളേറെ. ഈ നാഗത്താന്മാരുടെ മുന്നിൽ വെച്ച് നിനക്ക് ഞാൻ വാക്ക് തരുന്നു, ഈ ലോകത്തിൽ ഇനി എന്ത് പ്രതിസന്ധി നേരിട്ടാലും നിന്നെ വേദനിപ്പിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ അന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ഒരു പ്രാണൻ വെടിഞ്ഞു പോകുന്നതായിരിക്കും. ഇനിയൊരു പുരുഷനാൽ നീ വേദനിക്കുകയോ തിരസ്കരിക്കപ്പെടുകയോ ചെയ്യില്ല. അമ്മു ആർത്ത് കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. കുറച്ചു സമയം കഴിഞ്ഞാണ് അവർ കാവിൽ നിന്ന് ഇറങ്ങി വന്നത്. അവളുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ട് കിച്ചു അവളെ ആധിയോടെ നോക്കി. എന്താ മോളെ, മുഖമൊക്കെ വല്ലാതെ? അമ്മു മിണ്ടാതെ അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. കിച്ചു അജയെ നോക്കി. അവൻ കിച്ചുവിനെ നോക്കി കണ്ണു ചിമ്മി. രാത്രിയിൽ ഭക്ഷണം എല്ലാവർക്കും വരാന്തയിലായിരുന്നു. രാകേഷിൻ്റെ അച്ഛനും അമ്മയും സുരേന്ദ്രനും സുലോചനയും മേശപ്പുറത്താണ് കഴിച്ചത്. രാത്രിയിൽ കുറച്ചു നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് അവർ കടക്കാനായി പോയി. ഹരിയും കിച്ചുവും രാകേഷും അജയും കൂടെ കുറേ നേരം സംസാരിച്ചിരുന്നു.
അമ്മു ഇടയ്ക്കിടയ്ക്ക് വന്ന് അജയെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അജയ് അത് കണ്ടെങ്കിലും കാണാത്ത ഭാവത്തിലിരുന്നു. പിൻവശത്ത് കാല് കഴുകിക്കൊണ്ട് നിന്നപ്പോഴാണ് ആരോ അരയിൽ പൊക്കിയെടുത്തുകൊണ്ട് അമ്മുവിനെ ഭിത്തിയിൽ ചേർത്ത് നിർത്തിയത്. അമ്മു ഭയന്നുപോയി. അവൻ്റെ നിശ്വാസവും ഗന്ധവും തൊട്ടുമുന്നേ തിരിച്ചറിഞ്ഞതിനാൽ അമ്മു അവൻ്റെ കയ്യിൽ അമർത്തി പിച്ചിക്കൊടുത്തു. പേടിപ്പിച്ച് കൊല്ലുവോ? എൻ്റെ പെണ്ണ് പേടിച്ചു പോയോ? കാതോരം ശബ്ദം താഴ്ത്തി പറയുന്നവനെ നോക്കി അവൾ വിറച്ച് നിന്നുപോയി. അജയ് ഒന്നുകൂടി അവളിലേക്ക് അമർന്നു. അമ്മു അവൻ്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു. അജയ്. അമ്മുവിൻ്റെ ശബ്ദം വിറച്ചുപോയി. അജയ് അവളുടെ മുഖത്തേക്ക് നോക്കി. കരിമിഷി പടർന്നിരിക്കുന്ന കണ്ണുകൾ, വിയർപ്പ് പൊടിഞ്ഞിരിക്കുന്ന നെറ്റിത്തളവും പിടയ്ക്കുന്ന മാൻമിഴികളും. തൻ്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ തോന്നി അജയ്ക്ക്. അവൻ അവളുടെ ചുണ്ടിൽ തൻ്റെ അധരം ചേർത്ത് വെച്ചതും അമ്മുവിൻ്റെ കണ്ണുകൾ മെഴിഞ്ഞുപോയി. ദേഹത്താകെ ഒരു വിറയൽ പടർന്നു കയറി. അജയ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. കൂമ്പി അടഞ്ഞു പോയിരിക്കുന്നു. അവളുടെ വിരലുകൾ ഷർട്ടിൽ മുറുക്കം കൂട്ടിയിട്ടുണ്ട്. അവളെയൊന്ന് നോക്കിയിട്ട് അജയ് ആ ചുണ്ടുകൾ കവർന്നെടുത്ത് കഴിഞ്ഞിരുന്നു. അമ്മു ആകെ തളർന്നുപോയി. അവൻ്റെ ആ ചുംബനത്തിൻ്റെ ബന്ധനത്തിൽ കിതപ്പോടെ അവൾ അവനെ തുറച്ചു നോക്കി. എന്തടി ഉണ്ടക്കണി നോക്കി പേടിപ്പിക്കുന്നത്? അജയ് അവളെ തന്നെ നോക്കി ചോദിച്ചു. ഇപ്പം എന്താ കാണിച്ചേ? എന്താ കാണിച്ചതെന്ന് കണ്ടില്ലേ? അവളുടെ ചുണ്ടിലൊന്ന് തഴുകിക്കൊണ്ട് അവൻ അവളുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു. അതിവിടെ ഒന്നും ഇപ്പോൾ ഉമ്മ വയ്ക്കാൻ പാടില്ല. പാടില്ലേ? അതെന്താ? അവൻ കൗതുകത്തോടെ ചോദിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാ? എടി പൊട്ടിക്കാളി, അതിന് നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ? അത് അവിടെയല്ലേ, ഇവിടെ നടക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. അജയ് ചിരിച്ച് കടിപ്പിച്ചു പിടിച്ചു. കൊച്ചുകുട്ടികളെ പോലെ പറയുന്നവളെ അവൻ നോക്കി. അപ്പോൾ കല്യാണം കഴിഞ്ഞവരാ ഇതൊക്കെ ചെയ്തതെന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ മുംബൈയിലല്ലേ വെണ്ണെ കുറച്ച് നാൾ നിന്നത്? എന്നിട്ട് നീ ഒന്നും കണ്ടില്ലേ? എന്ത് കണ്ടില്ലേന്ന്? ഫ്രഞ്ച്. വശ്യമായി പറയുന്നവനെ അവൾ വിറയലോടെ നോക്കി. അജയ് ഇപ്പോൾ വഷളനാ. ആണോ? എന്നാലേ ഈ കഴുത്തിൽ എൻ്റെ താലി വീണോട്ടെ. എൻ്റെ വഷളത്തരം എന്താണെന്ന് മോള് നന്നായിട്ടറിയും. മീശത്തുമ്പ് കടിച്ചു പിടിച്ച് പറയുന്നവനെ അവൾ മിഴിച്ചു നോക്കി. അജയ് കൊതിയോടെ അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തി. ഇവിടെ വെക്കാമല്ലോ അല്ലേ? അവളൊന്ന് മൂളിയപ്പോൾ അവൻ അടുത്ത് അവളുടെ ഇടത് കവിളിൽ ഉമ്മ വെച്ചു. അവൾ ആകെ പരവശപ്പെട്ടുപോയി. ഇവിടെയും വെക്കാലോ? അവൾ കണ്ണുകൾ അടച്ചു മൂളിപ്പോയി. അവൻ അവളുടെ അടുത്ത കവിളിലും ചുണ്ടു ചേർത്തു. അമ്മുവിൻ്റെ കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു നിന്നു. ഇവിടെയും വെക്കാലോ? അവളൊന്ന് കുറുകിപ്പോയി. അജയ് അടുത്ത് അവളുടെ അടഞ്ഞ കണ്ണുകളിൽ ചുണ്ടു ചേർത്തു. ഇവിടെയും വെക്കാലോ? അവൻ അവളെ തളർത്തിക്കൊണ്ടേയിരുന്നു. അജയ് വേണ്ട. അവളാകെ തളർന്നു പോയി. അജയ് കുസൃതിയോടെ അവളിൽ നിന്നും അകന്നു മാറി. ഈശ്വരാ, പെട്രോളും തീപ്പെട്ടി അടുത്ത് വെച്ചിരിക്കുന്നു. രാകേഷ് ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റി. കൂറിപ്പോളാകത്ത്. രാകേഷ് അവനെ കണ്ണുരുട്ടി. ആഹാ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഞങ്ങൾ പെട്രോളും തീപ്പെട്ടിയാണേലേ കത്തിപ്പിടിക്കാനും അറിയാം. അമ്മു ആകെ ചൂളിപ്പോയി. അവൾ അവരെ നോക്കാതെ ഓടിപ്പോയി. ഡാ, നീ എന്താടാ കൊച്ചിനെ ചെയ്തേ? രാകേഷ് അവനെ നോക്കി കണ്ണുരുട്ടി. ഷോ, അതൊക്കെ പറയാൻ കൊള്ളുവോ? നഖം കടിച്ച് നാണത്തോടെ പറയുന്നവനെ രാകേഷ് മിഴിച്ചു നോക്കി. വൃത്തികെട്ടവനെ, നിശ്ചയം പോലും കഴിഞ്ഞിട്ടില്ല. എന്തോ? എങ്ങനെ? ദേ മനുഷ്യ, ആ പോയത് എൻ്റെ പെണ്ണ, ഞാൻ കെട്ടിയ പെണ്ണ്. അതങ്ങ് ഗുജറാത്തിൽ. ഇവിടുത്തെ കെട്ട് കഴിയത്തെ. അതെന്താ, ഗുജറാത്ത് ഇന്ത്യയിലല്ലേ? ഇത് ചെറുക്ക, അടങ്ങി ഒതുങ്ങി നിന്നോണം. സത്യങ്ങളൊന്നും പലർക്കും അറിയില്ല കേട്ടല്ലോ. കിച്ചുവിനെ നാണം കെടുത്തരുത്. 2 ആഴ്ച കൂടി ഒന്ന് സഹിക്കെൻ്റെ മോനെ. പറ്റിയില്ല, പോ അങ്ങോട്ട്. അജയ് അവനെ തള്ളി മാറ്റി ചവിട്ടി കുലുക്കി പോയപ്പോൾ രാകേഷ് ചിരിച്ചുപോയി. പെണ്ണസ്ഥിക്ക് പിടിച്ചുപോയി. രാകേഷ് ചിരിയോടെ പറഞ്ഞു. കട്ടിലിൽ വന്ന് വീഴുമ്പോഴും അവൻ്റെ ചുടുഗന്ധവും അധരങ്ങളുടെ തണുപ്പും തന്നിൽ ഇപ്പോഴും ഉണ്ടെന്ന് അവൾക്ക് തോന്നി. വർദ്ധിച്ച ഹൃദയമിടിപ്പ് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. അവളുടെ കവിളുകളിൽ ചുവന്ന നിറം പടർന്നു. തലയിണയുടെ അടിയിൽ നിന്നും അവൻ കെട്ടിക്കൊടുത്ത മംഗൾസൂത്രയെടുത്ത് അതിൽ ചുണ്ടു ചേർത്തു. ഇനിയൊരുവനും ഹൃദയത്തിൽ ഇടം നൽകില്ലെന്ന് തീരുമാനിച്ചവളുടെ സകല ധാരണകളും തെറ്റിത്തുടങ്ങി. അത്രമേൽ അവൻ അവളുടെ ഉള്ളറകളിൽ പ്രണയം നിറച്ചു തുടങ്ങി. ഹരിയുടെ സ്പർശനത്തിൽ പൊള്ളിപ്പിഴയുന്നവൾ അജയുടെ സാമീപ്യത്തിൽ സ്വയം തളർന്നു പോകുകയാണ്. അമ്മു ബെഡിൽ കമിഴ്ന്നു കിടന്നു. ഒപ്പമ മംഗൾസൂത്ര കയ്യിൽ മുറുക്കി പിടിച്ച് അതിൽ നോക്കിക്കിടന്നു. അജയ് സ്വയം ചിരിച്ചുകൊണ്ട് തലയിണയും മുറുക്കി പിടിച്ച് അതിനെ ചുംബിച്ചു. ഒപ്പം അതിനെ കെട്ടിപ്പിടിച്ചു കിടന്നു. കിച്ചു റൂമിലേക്ക് വരുമ്പോൾ അമ്മു ഉറങ്ങിപ്പോയിരുന്നു. അവൻ അവളെ തിരിച്ചു കിടത്തി പുതപ്പിച്ചു കൊടുത്തു.
അപ്പോഴാണ് കയ്യിലിരിക്കുന്ന മംഗൾസൂത്ര അവൻ കാണുന്നത്. അവനൊരു ചിരിയോടെ അവളുടെ നെറുകയിൽ ചുണ്ടു ചേർത്ത് കുറച്ചുനേരം അവളുടെ അടുത്ത് തന്നെ ഇരുന്നു. കൈകൾ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് മാധുരി കിടക്കാനായി വന്നത്. കിച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് മാധുരി കണ്ടു. അമ്മുവിനെ പിരിയുന്നത് ഓർത്തിട്ടാണോ അവൾ ചോദിച്ചപ്പോൾ അവൻ കണ്ണുകൾ തുടച്ച് അവളെ നോക്കി. ജനിച്ച അന്നു മുതൽ കയ്യിലിട്ട് വളർത്തിയതാ ഞാൻ. അമ്മാവൻ പോയപ്പോഴാണ് അവൾ എന്നിലേക്ക് മാത്രമായി ചുരുങ്ങിയത്. പക്ഷെ പിന്നീട് എപ്പോഴോ ഹരി അവളുടെ മനസ്സിൽ കയറിപ്പറ്റി. അപ്പോഴും നിഴൽ പോലെ കൂടെയുണ്ടായിരുന്നു ഞാൻ. എൻ്റെ ജീവനാടോ ഇവൾ. അകന്നു പോകുമ്പോൾ പ്രാണൻ പറഞ്ഞു പോകുന്നത് പോലെ. പക്ഷെ എന്നും അങ്ങനെ പറ്റില്ലല്ലോ. അവൾ വലിയ കുട്ടിയായില്ലേ. അവളെ കാത്ത് ഒരുവൻ നാളുകൾ ഇനി ഇരിക്കുകയല്ലേ. മാധുരി അവനെ അത്ഭുതത്തോടെ നോക്കി. ഏട്ടൻ്റെ നെഞ്ചിൽ ഉറങ്ങാനാ അമ്മുവിനിഷ്ടം. വിവാഹം വരെ അവളുടെ ആഗ്രഹം പോലെ ഇവിടെ കിടന്നൂടെ. പക്ഷെ താനോ? ഞാൻ താഴെ കിടന്നോളാം. മാധുരി അതും പറഞ്ഞ് ബെഡ്ഷീറ്റ് എടുത്ത് നിലത്ത് വിരിച്ചു. തലയിണയും ഒരു പുതപ്പുമെടുത്ത് നിലത്ത് കിടന്നു. കിച്ചു വാതിലടച്ച് പാതി ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്നു. അമ്മു അപ്പോൾ ഉണർന്നിരുന്നു. അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി. എനിക്കറിയായിരുന്നു കൊച്ചേട്ടൻ വരുമെന്ന്. അമ്മു അവൻ്റെ കവിളിലൊന്ന് തഴുകി. പിന്നെ അവനെ വലിച്ചിറക്കി നെഞ്ചിൽ പതുങ്ങിക്കിടന്നു. കിച്ചുവിൻ്റെ കണ്ണുകൾ പിന്നെയും പിന്നെയും നിറഞ്ഞു. അവൻ അവളെ തട്ടിക്കൊണ്ടേയിരുന്നു. അമ്മു വീണ്ടും ഉറങ്ങി. മാധുരി അവരെ തന്നെ നോക്കി കിടക്കുകയായിരുന്നു. ഉറങ്ങിക്കോ, ഞാൻ ലൈറ്റ് കെടുത്തിയേക്കാം, കിച്ചു മാധുരിയോട് പറഞ്ഞുകൊണ്ട് ലൈറ്റ് ഓഫാക്കി ഡിം ലൈറ്റ് ഇട്ടു. രാവിലെ അമ്മ ഉണരുമ്പോൾ കിച്ചു അടുത്തില്ലായിരുന്നു. മാധുരി എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അവളൊന്ന് മൂരി നിവർന്നുകൊണ്ട് അഴിഞ്ഞുലഞ്ഞ മുടി വാരിക്കെട്ടി ജനാലകൾ തുറന്ന് താഴേക്ക് നോക്കി. കിച്ചുവിനോടും രാകേഷിനോടും ഒപ്പം പന്തൽ പണിക്കുള്ള സാധനം ഇറക്കാൻ സഹായിക്കുകയാണ് അജയ്. അമ്മുവിന് ചിരി വന്നു. സ്വന്തം നിശ്ചയത്തിൻ്റെ പന്തലിനുള്ള സാധനം ഇറക്കുന്നു. അമ്മു അജയെ തന്നെ നോക്കി നിന്നു. നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി അജയ് കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്നവളെ. അവനൊന്ന് സൈറ്റടിച്ച് കാണിച്ചപ്പോൾ അവൾ അകത്തേക്ക് വലിഞ്ഞു. അവനൊരു ചിരിയോടെ നോക്കി നിന്നു. പാലാഴിയും ദ്വാരകയും തിരക്കുകളിൽ ഊളിയിട്ടു. മുറ്റത്തൊരു പന്തലുയർന്നു. ലാവെൻഡർ നിറത്തിലുള്ള കുഞ്ഞു ഫ്രോക്കിൽ മാലാഖ കുഞ്ഞിനെ പോലെ നിളമോൾ തത്തി തത്തി നടന്നു. 50ഓളം ആൾക്കാരുണ്ടായിരുന്നു ചടങ്ങിന്. വലിയ മുറ്റമായതുകൊണ്ട് തന്നെ വലിയ പന്തലായിരുന്നു ഒരുക്കിയത്. ആദ്യം ജാതക കൈമാറ്റമായിരുന്നു. നിറപറയ്ക്ക് മുന്നിലിരുന്ന് അജയുടെ അച്ഛൻ അമ്മുവിൻ്റെ ജാതകം കൈമാറിയത് സുരേന്ദ്രനായിരുന്നു. പലരിലും അമ്മുവിൻ്റെ ചെക്കനെ കാണാനുള്ള ആകാംക്ഷ നിറഞ്ഞു നിന്നിരുന്നു. എന്നാലും ആ ഇളയ ചെക്കനായിരിക്കും പെണ്ണിനെ കിട്ടുന്നതെന്ന് ഞാൻ കരുതിയത്. ഞാൻ വിചാരിച്ചത് കൊച്ചുമായിരിക്കുമെന്ന്. 2 മുറച്ചെറുക്കന്മാരുണ്ടായിട്ടില്ലേ പുറത്തുനിന്നൊരു ചെക്കൻ വന്നത്. അതും ആ ചെറുക്കന് പ്രേമമാണത്രേ. നിങ്ങൾ രണ്ടുപേരും എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നത്? ഹരി അമ്മുവും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അത് പകൽ പോലത്തെ സത്യമല്ലേ. പിന്നെ ഹരി പുളിങ്കൊമ്പ് നോക്കി പിടിച്ചപ്പോൾ അമ്മുവിനെ കളഞ്ഞിട്ട് വേറെ കിട്ടി. അമ്മു ആത്മഹത്യ ശ്രമിച്ചപ്പോഴാണ് കൊച്ചു അവളെയും കൊണ്ട് മുംബൈയിൽ പോയത്. അവിടെ അവൾ ജോലി ചെയ്ത കമ്പനിയിലെ ഓണറാണ് കല്യാണച്ചെറുക്കൻ. അമ്മുവിനെ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? എൻ്റെ മോൻ സുനീഷിന് വേണ്ടി അമ്മുവിനെ ഞാൻ ചോദിച്ചതാണ് കിച്ചുവിനോട്. അപ്പോഴാണ് ഹരിയും അമ്മുവും തമ്മിൽ ഇഷ്ടത്തിൻ്റെ കാര്യം ഞാൻ അറിയുന്നത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മുവിന് ആ ചെക്കനെ കിട്ടാനായിരിക്കും വിധി. ബന്ധുക്കളിൽ 3 പേർ അടുത്തടുത്തിരുന്ന് അടക്കിപ്പിടിച്ചു പറയുന്നത് കേട്ട് ഫൈസിയുടെ ഉമ്മ റംല അവരെ കൂർപ്പിച്ചു നോക്കിയിട്ട് നേരെയിരുന്നു. നല്ലൊരു കാര്യത്തിന് മുന്നിൽ വെടക്കവർത്താനം പറഞ്ഞോളും. ഫൈസിയുടെ ഉമ്മ പിറുപിറുത്തുകൊണ്ട് കുറച്ചു മുൻപ് ഒഴിഞ്ഞുകിടന്ന കസേരയിൽ പോയിരുന്നു. പലരിലും സംശയങ്ങളായിരുന്നു. കാരണം ഹരിയും അമ്മുവും തമ്മിൽ പ്രണയമാണെന്ന് പരസ്യമായ രഹസ്യമായിരുന്നു. ഹരിയുടെ വിവാഹത്തിന് ഇല്ലാത്ത മുറുമുറുപ്പുകളായിരുന്നു പലർക്കും. പക്ഷേ ആ ധാരണകളെയൊക്കെ കാറ്റിൽ പറത്തി കിച്ചുവിനോടൊപ്പം ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഹരി തന്നെയായിരുന്നു അതിനുള്ള തക്ക മറുപടി. ജാതക കൈമാറ്റം കഴിഞ്ഞ് അടുത്തത് മോതിരം മാറൽ ചടങ്ങായിരുന്നു. രാകേഷിനൊപ്പം അജയ് സദസ്സിലേക്ക് വരുന്നത് കണ്ട് പലരുടെയും കണ്ണൊന്നു വിടർന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ശില്പയുടെയും രാകേഷിൻ്റെയും അനുഗ്രഹം വാങ്ങി അജയ് അടുത്ത് നീങ്ങിയത് കിച്ചുവിൻ്റെ അടുത്തായിരുന്നു. നിറഞ്ഞ മനസ്സോടെ കിച്ചു അവനെ അനുഗ്രഹിച്ചു. സദസ്സിനെ വണങ്ങിയിട്ട് അജയ് പലകയിലിരുന്നു. പെൺകുട്ടിയെ വിളിച്ചോളൂ എന്ന് കാരണവന്മാരിൽ ഒരാൾ പറഞ്ഞപ്പോൾ മാധുരിക്കും രാഖയ്ക്കുമൊപ്പം നടന്നു വരുന്നവളെ അജയ് ശ്വാസം വിലങ്ങി നോക്കിയിരുന്നു പോയി. പ്രിൻസസ്, അവൻ അങ്ങനെയാണ് പറഞ്ഞത്. എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി അമ്മു അജയുടെ വാമഭാഗത്തായിരുന്നു. ഒരു വേള ഇരുവരുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു. പിടച്ചിലൂടെ നോട്ടം മാറ്റുന്നവളെ അജയ് കണ്ണെടുക്കാതെ നോക്കി. അമ്മുവിനിടാനുള്ള മോതിരം കിച്ചു എടുത്ത് അജയുടെ കയ്യിൽ കൊടുത്തു. രാകേഷ് അജയ്ക്കിടാനുള്ള മോതിരം അമ്മുവിൻ്റെ കയ്യിൽ കൊടുത്തു. പരസ്പരം ഇരുവരും മോതിരം അണിയിച്ചു. അജയ് മോതിരം ഇട്ട് കൊടുത്തിട്ട് ആ വിരലിൽ മോതിരത്തെയും ചേർത്തൊന്ന് ചുംബിച്ചു. അവളെ കുസൃതിയോടെ നോക്കിയപ്പോൾ അമ്മു വിളറി വെളുത്തുപോയി. കിച്ചു ചിരി കടിച്ചു പിടിച്ച് അവരെ നോക്കി.
നാണമില്ലാത്ത ചെറുക്കൻ, രാകേഷ് അജയെ നോക്കി കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ചിലരൊക്കെ മൂക്കത്ത് വിരൽ വെച്ചുപോയി. പിന്നെ ഫോട്ടോ എടുപ്പായിരുന്നു. ഒക്കെ കൂടിയായപ്പോൾ അമ്മു തളർന്നു തുടങ്ങി. അവരുടെ ഒറ്റയ്ക്കുള്ള സ്റ്റിൽസ് എടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫേഴ്സ് രണ്ടുപേരെയും കൂട്ടി കുളപ്പടവിലേക്ക് കൊണ്ടുപോയി. ആ സമയം മറ്റുള്ളവർ ഭക്ഷണം വിളമ്പാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അജയോട് ചേർന്ന് നിന്ന് പല പോസിലുള്ള ഫോട്ടോസ് എടുപ്പിച്ചിട്ടാണ് ഫോട്ടോഗ്രാഫേഴ്സ് അവളെ വിട്ടത്. അമ്മുവിൻ്റെ കൈപിടിച്ച് നടന്നു വരുന്ന അജയെ വല്ലാത്തൊരു നിർവൃതിയിലാണ് കിച്ചു നോക്കി നിന്നത്. ഉള്ളിലൊരു അഗ്നിപർവ്വതം പുകയുന്നത് പുറത്തറിയിക്കാതെ സുരേന്ദ്രൻ ചിരിയുടെ ആവരണം അണിഞ്ഞു നിന്നു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അമ്മു നന്നായി ക്ഷീണിച്ചപ്പോൾ അവളോട് പോയി കിടന്നുകൊള്ളാൻ സുലോചന പറഞ്ഞു. മാധുരി അവളുടെ ലഹങ്കയും ആഭരണങ്ങളും അഴിക്കാൻ അമ്മുവിനെ സഹായിച്ചു. മേലൊന്ന് കഴുകിയിട്ട് ഒരു മിടിയും ടോപ്പും ഇട്ട് അമ്മു കട്ടിലിൽ കമിഴ്ന്ന് കടന്നു. മാധുരി ജനലൊക്കെ തുറന്നിട്ട് ഫാനിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് കൊടുത്തു. അമ്മു ഉറങ്ങുന്നതുവരെ മാധുരി അവളുടെ അടുത്തിരുന്നു. അവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് അവൾ വാതിൽ ചാരി പുറത്തിറങ്ങിയത്. സുരേന്ദ്രൻ്റെ റൂമിന് മുന്നിലെത്തിയപ്പോൾ സുലോചനയോട് തട്ടിക്കയറുന്ന സുരേന്ദ്രൻ്റെ ശബ്ദം കേട്ട് അവളൊന്നു പരിങ്ങി. അയാളുടെ നാവിൽ നിന്ന് വീണ വാക്കുകളിൽ അവൾ ഞെട്ടിത്തരിച്ചു നിന്നു.